ഒരാഴ്ചയായിട്ടും വയനാട് മാനന്തവാടിയിലിറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖിനെ പിടികൂടാൻ കഴിയാതെ ദൗത്യസംഘം. ഇന്നലെ രാത്രി 7 മണിവരെ ദൗത്യസംഘം വനത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും മയക്കുവെടിവെക്കാൻ കഴിഞ്ഞില്ല. ദൗത്യം ഇന്നും തുടരും. നിലവിൽ ഇരുമ്പുപാലം വനമേഖലയിലാണ് ആന ഉള്ളത്. അരുൺ പാറക്കിൽ നൽകും അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ. അരുൺ, ഇരുമ്പുപാലത്തേക്ക് ഈ ആന എത്തി എന്നുള്ള കാര്യം എപ്പോഴാണ് ദൗത്യസംഘത്തിന് ലഭിച്ചത്? ഇപ്പോൾ നേരത്തെ തന്നെ ടീം വനമേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അവർ നൽകുന്നുണ്ടോ? ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ലൊക്കേഷൻ പ്രകാരമാണ് ഞാൻ നിൽക്കുന്ന ഈ പ്രദേശമാണ്. എനിക്ക് തൊട്ടുപുറകിൽ കാണുന്നത് മൈസൂരിലേക്കുള്ള റോഡാണ്. ആ റോഡിന് അപ്പുറത്താണ് ഇരുമ്പ് പാലത്താണ് ഞാൻ നിൽക്കുന്നത്. അതിനപ്പുറത്താണ് വനമേഖലയുള്ളത്. ആ വനത്തിൽ ആനയ്ക്ക് അനുയോജ്യമായ ഭൂപ്രകൃതിയിൽ തമ്പടിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റേഡിയോ കോളർ സിഗ്നൽ പ്രകാരം ലഭിച്ചിരിക്കുന്ന കാര്യം. മാത്രമല്ല, ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പരിശോധനയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ ഈ ഇരുമ്പ് പാലത്ത് വനംവകുപ്പിൻ്റെ വാഹനങ്ങളുണ്ട്. അവർ ഈ ആനയെ കേന്ദ്രീകരിച്ച് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ, അതായത് ഏകദേശം ഒരു 7:30 കൂടി തന്നെ ഈ RRT സംഘവും അതുപോലെ തന്നെ വെറ്റിനറി സംഘവുമൊക്കെ ആനയ്ക്കടുത്തേക്ക് നീങ്ങും. മാത്രമല്ല, വെറ്റിനറി സർജൻ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും പോവുക. അരുൺ സക്രിയ ഇന്നലെ മുതൽ ഈ ദൗത്യ സംഘത്തിനോടൊപ്പമുണ്ട്. കർണാടകത്തിൽ നിന്നുള്ള 25-അംഗ ടാസ്ക് ഫോഴ്സ് സംഘമുണ്ട്. ഇന്ന് ആനയെ മയക്കുവെടി വയ്ക്കാൻ കഴിയുമെന്നൊരു ശുഭപ്രതീക്ഷ വനം വകുപ്പിനുണ്ട്. അവർക്ക് പ്രതികൂലമായി ബാധിക്കുന്ന കാര്യം പ്രത്യേകിച്ച് ഈ ഭൂപ്രകൃതിയാണ്. അനുയോജ്യമല്ലാത്ത, അതായത് മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തൊരു ഭൂപ്രകൃതിയിലാണ് ഈ ആന നിൽക്കുന്നത്. ആനയുടെ സേഫ്റ്റി നോക്കി, അതായത് ഇവരാരും എത്തിപ്പെടാതിരിക്കാനുള്ള ഒരു കാഴ്ചപ്പാട് ആനയ്ക്കുണ്ട്. അതിനനുസരിച്ചാണ് ഒരു വലിയ കുന്നിൻ ചെരുവാണ്, ഒരു മലയാണ് ഈ കാടിനുള്ളിലുള്ളത്. ആ പ്രദേശത്തേക്ക് കൊങ്ങിണി പോലുള്ള ചെടികളുണ്ട്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കയറിപ്പോകുന്ന സമയത്ത് ഇതെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് അവിടെ ഈ കയ്യിലുള്ള ആയുധങ്ങൾ കൊണ്ട് സ്റ്റെപ്പ് വെട്ടിക്കൊണ്ട് വേണം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അകത്തേക്ക് കയറിപ്പോകുന്നതിനുള്ള ഒരു സാഹചര്യം. ബേലൂർ മഖിന 7-ാം ദിനത്തിലും ഇപ്പോൾ തുടരുകയാണ്. ട്രാക്കിംഗ് ടീം വനത്തിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഭൂപ്രകൃതിയാണ് നിലവിൽ ചെറിയ പ്രതിസന്ധിയായി മുന്നിലുള്ളത്. അരുൺ പാറക്കിലാണ് വിശദാംശങ്ങൾ നൽകിയത്.